നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോണ്ടാക്ട് ചെയ്യാം. അപ്പോ സെലക്ട് ചെയ്തോളൂ, 1, 2, 3. നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ഇപ്പോ ആദ്യം ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഈ നിമിഷം നിങ്ങളെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ നിമിഷം നിങ്ങളെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനേ നമഃ ശിവായ, ഓം 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 നമഃ ശിവായ. ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരെ ഈ നിമിഷം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. അടിപൊളി. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ രണ്ടുപേരും ദൂരെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ അബ്രോഡ് വർക്ക് ചെയ്യുന്നവരാവാം. ഒരാള് ഭർത്താവ്, അല്ലെങ്കിൽ ഒരാള് നാട്ടിലും ഒരാള് ദൂരെയും ആവാം, അല്ലെങ്കിൽ ഒരുമിച്ചാവാം. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. യെസ് ആണ് പറയുന്നത്. ഇതൊരു മാരേജ് കാർഡാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സോഡിയക് സൈൻ ആവാൻ ചാൻസ് ഉണ്ട്. അത് ആവണം എന്നില്ല, ചിലപ്പോൾ അവരുടെ ബർത്ത് ചാർട്ടിൽ ഇത് ഉണ്ടാവാം. അപ്പൊ ഇവര് വളരെയധികം നിങ്ങൾ ചിലപ്പോൾ ഹണിമൂൺ പീരീഡിലേക്ക് ആവാൻ വഴിയുണ്ട്. വളരെയധികം ഹാർമണി എന്ന് വെച്ചാൽ വളരെയധികം യൂണിറ്റി ഉള്ള രണ്ടുപേരാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. വളരെയധികം സ്നേഹം ഷെയർ ചെയ്യുന്ന, വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ഉള്ള, വളരെയധികം സൗഹൃദമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേതാണ് പറയുന്നത്. അപ്പോ ചിലപ്പോ വ്യക്തി ലീവ് എടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനൊരു ചാൻസ് ഉണ്ട്. അപ്പൊ അത് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. നിങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്, നിങ്ങൾ മാത്രം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതെന്നാണ് പറയുന്നത്. വളരെയധികം ഹാപ്പിയാണ് നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി കേട്ടോ. വളരെ സന്തോഷത്തിലാണ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ. അപ്പോ ഈ വ്യക്തിയാണ് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത്. അത് നല്ല കാർഡല്ലേ. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ഒക്കെ സന്തോഷം വന്നിട്ടുണ്ടാവാം. നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ നിങ്ങളിപ്പോ ചിലപ്പോ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിരിക്കും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ആരൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ കുത്തി കയറ്റി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കാനായിട്ടായിരിക്കും ചിലപ്പോൾ വ്യക്തി വരുന്നത്. അങ്ങനെയുള്ള ബന്ധമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ചിലപ്പം ഈ വ്യക്തിയുടെ അമ്മ തന്നെ ആയിരിക്കാം. ചിലപ്പോ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതായിരിക്കാം നിങ്ങളുടെ വ്യക്തി സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ. അപ്പൊ അവര് ചിലപ്പോ ഒരു തേർഡ് പാർട്ടി മീൻസ് എന്ന് വെച്ചാല് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ വേറൊരു സ്ത്രീയോ പുരുഷനോ ആവണം എന്നില്ല. സ്വന്തം അമ്മയോ ഭർത്താവിന്റെ അമ്മയോ ഭാര്യയുടെ അമ്മയോ ഒരു തേർഡ് പാർട്ടിയുടെ രൂപത്തിൽ വരാം. അപ്പൊ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തത് കൊണ്ട് അവർക്ക് ഇത്തിരി സ്വാർത്ഥത ഉണ്ടാവും മകനോടോ മകളോടോ. അപ്പൊ അത് ചിലപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോ ഇന്ന് രാവിലെ പോയപ്പോ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വഴക്കടിച്ചിട്ടുണ്ടാവും ഈ കാര്യം പറഞ്ഞിട്ട്. മനസ്സിലായോ? ചിലപ്പോ കൂടുതൽ ഇവര് സ്വാതന്ത്ര്യം എടുക്കുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. അപ്പൊ അങ്ങനെ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഓർത്തിട്ടാണ് അപ്പൊ നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. മനസ്സിലായി? നിങ്ങൾ വെറുതെ ഇത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ വൈകുന്നേരം വരുമ്പം അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കാം എന്നൊരു ചിന്തയും കൂടെ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് കേട്ടോ. നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. ഇവിടെ ടോറസ്, വെർഗോ, കാപ്രിക്കോണും കാണിക്കുന്നുണ്ട്. ഇതിൽ ആരാണ് നിങ്ങളുടെ വ്യക്തിയുടെ സോഡിയക് സൈൻ എന്താന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇതാണ് ഒന്നാമത്തെ നമ്പർ എടുത്ത ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുന്നത് ഇതാണ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ നമ്പർ എടുത്തവരെ നോക്കാം.
ആരാണ് നിങ്ങളെ കുറിച്ച് ഇപ്പോ ചിന്തിക്കുന്നത്? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യം ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓ, നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ്. ഇത് ജെമിനി സോഡിയാക് സൈൻ ആണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷന്റെ കാർഡാണ്. രണ്ട് റീഡിങ്ങും നല്ല റീഡിങ്ങുകളാണ്. വളരെയധികം സൗഹൃദപൂർവമായ നല്ല യൂണിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ എന്നാണ് പറയുന്നത്. അപ്പോ ഇതൊരു വളരെ ചിലപ്പോ ഇതൊരു പ്ലേറ്റോണിക് റിലേഷൻ ആണ്, ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും, അല്ലെങ്കിൽ ചിലപ്പോ ലവേഴ്സ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ ചിലപ്പോ നിങ്ങള് ശാരീരികമായ അട്രാക്ഷനേക്കാൾ കൂടുതൽ സ്നേഹത്തിന് വില നൽകുന്ന രണ്ടുപേരായിരിക്കാം നിങ്ങള്. എന്തായാലും ജെമിനി സോഡിയാക് സൈൻ ആണ്. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ ഊണിലും ഉറക്കത്തിലും ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് ക്വീൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, റിവേഴ്സ് ആണ്. സ്നേഹമാണ് ഇവിടെ ഒരു കാര്യം കാണിക്കുന്നത്. ചിലപ്പോ നിങ്ങള് ഒരു സിംഗിൾ മദർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുട്ടികളുള്ള റിലേഷൻ തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം, ഇത് അറിയില്ല. ഇതൊരു ലവ് ആണ്, ഭയങ്കര പുതിയതായിട്ട് നിങ്ങളുടെമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ആരെങ്കിലും ഒരാളായിരിക്കാം ഇത്. നിങ്ങളൊരു അമ്മയായിരിക്കാം, കുട്ടികളൊക്കെ ഉള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കും, കുട്ടികളുള്ളതായിരിക്കാം. അപ്പൊ ഇതങ്ങനെ ഒരു എന്താ പറയാ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ബന്ധമാണെന്ന് ആവണം എന്നില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ ഭയങ്കര സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും വേറെ ആൾക്കാരെ വിവാഹം കഴിച്ചവരാണെങ്കിൽ തന്നെ അവരിൽ നിന്നും കൂടുതൽ, അവരോടുള്ള അതിലും കൂടുതൽ അട്രാക്ഷൻ നിങ്ങൾ തമ്മിലാണ്. ഇപ്പൊ ഈ കാണുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലാണെന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഈ വ്യക്തിക്കും അറിയാം, നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ബോണ്ട് ഉണ്ട് നിങ്ങൾ തമ്മില്. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് നല്ല ഓർമ്മകളാണ്, നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങള് ചിലപ്പോ നിങ്ങള് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആയിരിക്കാം. ഇതിന്റെ ഭാവി എന്താണെന്നൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ഭയങ്കരമായ ടെൻഷൻ ആവുന്നുണ്ടാവാം. പക്ഷെ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളൊരു ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം. അപ്പോ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് വന്ന് കയറി നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് വന്ന് കയറിയതുമായിരിക്കാം. എന്തായാലും നല്ല ചിന്തകളാണ് ഈ വ്യക്തിയുടെ, സ്നേഹപൂർവ്വമുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ കാണിക്കുന്ന സോഡിയാക് സൈൻ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ജെമിനി. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ അല്ല, ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ് കാണിക്കുന്നത്. എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയോട് എന്തെങ്കിലും ഉടക്കുക വല്ലതും ചെയ്തോ ഈ അടുത്ത്? കാരണം ഇതൊരു ക്വീൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കോൺഫിഡന്റ് ആയ, വളരെ നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള എനർജി ആണ്. പക്ഷേ സ്നേഹത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ വിവാഹത്തിന്റെ കാര്യമോ പറഞ്ഞിട്ട്, ഭാവിയെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ തമ്മിലൊരു കശപിശ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അതിൻ്റെതായ ഒരു ദേഷ്യം ഇവിടെ ആർക്കോ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും സ്നേഹമുണ്ട് ഇവിടെ, സ്നേഹമില്ലായ്മയല്ല. എന്നാലും ഒരു വാശി, ഒരു ശാഠ്യമുള്ള പോലെയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. സ്നേഹമുണ്ട്, ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് കേട്ടോ. അപ്പൊ അതാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഇത് വന്നത്, റീഡിങ് വന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ നമ്പറിന്റെ കാര്യമാണ് നോക്കുന്നത്. നിങ്ങളെ കുറിച്ച് ആരാണ് ഇപ്പോ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഭയങ്കര നിങ്ങളെക്കുറിച്ച്, ഇത് ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് രണ്ട് കാർഡും വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ അടുത്ത് എന്തോ റിലേഷൻഷിപ്പ് വളരെ വളരെ നഷ്ടബോധം ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത്. അപ്പോ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ വഞ്ചിച്ചു എന്ന ഒരു ചിന്തയിൽ, അതിന്റെ നഷ്ടബോധത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണ് നിങ്ങളെ വഞ്ചിക്കുകയും ചതിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു നഷ്ടബോധത്തിൽ നിൽക്കുന്നതാണ്. അപ്പൊ നെഗറ്റീവ് എനർജിയിലാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി. അപ്പോ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ വേദനിപ്പിക്കുന്ന ആള് നമ്മളുടെ മനസ്സിൽ 24 മണിക്കൂറും ഉണ്ടാവും, അല്ലെ? പോവില്ല ആ വ്യക്തി. അപ്പൊ ആ വ്യക്തി സ്പെസിഫിക് ആയിട്ട് നമ്മളെ കുറിച്ച് ചിന്തിക്കണമെന്നില്ല.
ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. അപ്പൊ വ്യക്തിയെ നിങ്ങൾ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ആ ബന്ധം അവസാനിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെതായ വളരെയധികം മാനസിക വിഷമത്തിലാണ് ഈ വ്യക്തി. ഇതൊരു നഷ്ടപ്പെടലിന്റെ ഒരു വേദന അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ വ്യക്തി. ഇവിടെ അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ് കാണിക്കുന്നത്. 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബന്ധത്തിന്റെ അവസാനമാണ്. അവസാനം എന്ന് വെച്ചാല് വളരെയധികം ഉപദ്രവങ്ങൾ സഹിച്ച്, വളരെയധികം ചീത്ത കേട്ട്, വഴക്ക് കേട്ട്, മനസ്സ് മടുത്ത, റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷവും ഇല്ല എന്ന് ചിന്തിക്കുന്ന, ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയി, ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്, റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ ഇത്രയും ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്, ഭയങ്കര സ്നേഹപരമായ ഒരു ബന്ധം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി, അതിനെക്കുറിച്ച് ഓർത്തിരിക്കുന്ന ഒരു എനർജിയാണത്. അപ്പൊ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, പക്ഷെ പോസിറ്റീവായ കാര്യങ്ങളല്ല ചിന്തിക്കുന്നത്. മനസ്സിന് ഭയങ്കര സങ്കടമായതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയാണ്, ഓ എന്റെ ജീവിതം നശിച്ചല്ലോ എന്ന ചിന്തയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. ചിന്തിക്കുന്നില്ല എന്നല്ല, പക്ഷെ നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതം ഇങ്ങനെ ആവാൻ ഉത്തരവാദി എങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ പോയിട്ടില്ല. അപ്പൊ നിങ്ങളെ കുറിച്ച് പക്ഷെ നല്ല ഓർമ്മകൾ ഈ വ്യക്തിക്ക് ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ, എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് സ്വേർഡ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ വ്യക്തി റിലേഷൻഷിപ്പ് വളരെയധികം മോശമായി പോയി, മനസ്സിലായോ? അപ്പോ കുറെ ചതിയും വഞ്ചനയും കള്ളത്തരവും ഒക്കെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ്, പക്ഷേ റിലേഷൻഷിപ്പ് അങ്ങോട്ട് ബ്രേക്ക് ആയിട്ടില്ല. നമ്മള് ഡിവോഴ്സ് കഴിഞ്ഞാലും ചിലപ്പോൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ബന്ധങ്ങളുണ്ടല്ലോ, അതുപോലത്തെ ഒരു ബന്ധമാണ്. അകന്ന് പോയെങ്കിലും ഓക്കെ ഓക്കെ. അപ്പോ ഇവിടെ പ്രശ്നം കഴിഞ്ഞു, റിലേഷൻഷിപ്പ് അവസാനിച്ചു. ചിലപ്പോ ഈ വ്യക്തി നിങ്ങൾക്കായിരിക്കും പണി തന്നിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്, നിങ്ങളല്ല. കാരണം ഇവിടെ ഹൈ പ്രീസ്റ്റസ്, ഇൻറ്റ്യൂഷൻ, തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 7 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ വ്യക്തി പറയുന്നത്, എനിക്കാണ് കൺഫ്യൂഷൻ ഉണ്ടായത്, എനിക്ക് ഒരിക്കലും തീരുമാനമെടുക്കാൻ പറ്റിയില്ല, നിന്നെ വേണമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വേണമോ, അല്ലെങ്കിൽ ഈ ബന്ധം തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും ബെറ്റർ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോ കൂടുതലും ഈ ബന്ധം വഷളാവാൻ വേണ്ടി ഞാൻ തന്നെയാണ് ഇവിടെ ഉത്തരവാദി എന്നൊരു തിരിച്ചറിവ് വ്യക്തിക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, നിങ്ങളാണ് ഇങ്ങനെ പറഞ്ഞ് നാട്ടുകാരോടും നിങ്ങളോടൊക്കെ നിങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞെങ്കിലും ബന്ധം കംപ്ലീറ്റ് ആയിട്ട് പോയപ്പോ മനസ്സിൽ ഈ ബന്ധം വിട്ടുപോയിട്ടില്ല കേട്ടോ, ഈ വ്യക്തി ഇപ്പോഴും ഉണ്ട്. അപ്പോ പക്ഷെ എന്നാലും നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞപ്പോ ഈ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായി എന്നാണ് പറയുന്നത്. വ്യക്തി കാരണമാണ് ഈ ബന്ധം ഇങ്ങനെ വഷളായി പോയതും നിങ്ങൾ ഈ വ്യക്തിക്ക് നഷ്ടമായതും എന്നൊരു ബോധം ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വ്യക്തി ശരിക്കും പറഞ്ഞാല് മനസ്സിൽ ഈ ബന്ധം വഷളായതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്കൊരു സമാധാനമാവും. കാരണം ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ വന്ന് കയറുന്ന ആളുകൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് ബന്ധം പോയതെന്ന്. പക്ഷെ ഈ വ്യക്തി സമ്മതിക്കുന്നുണ്ട്, ഈ വ്യക്തിയുടെ പ്രശ്നം കൊണ്ടാണ് ഈ ബന്ധം പോയതെന്നും. അപ്പൊ നിങ്ങളെ വളരെ അങ്ങനെ ആലോചിക്കുന്നില്ല. ഞാൻ നമ്മൾ നല്ല ചിന്തകളാണ്. ഇപ്പൊ നമ്മള് ഓക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഓ അങ്ങനെ ഇവള് നല്ല കറി ഉണ്ടാക്കുമായിരുന്നു, അല്ലെങ്കിൽ ആ പുള്ളി ഞാനിപ്പോ ഓഫീസ് വിട്ട് വരുമ്പോ എന്നെ വന്ന് പിക്കപ്പ് ചെയ്യുമായിരുന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കില്ലേ. അങ്ങനത്തെ ഓർമ്മകളല്ല. കാരണം അങ്ങനത്തെ ഓർമ്മകളിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ അകന്നു പോയി ബന്ധം. അങ്ങനത്തെ ചിന്തകളൊന്നും അല്ല. പക്ഷെ ഒരു കുറ്റബോധമുണ്ട് ഈ വ്യക്തിക്ക്. ഈ ബന്ധം വഷളാവാൻ ഈ വ്യക്തിയാണ് ഉത്തരവാദി എന്നുള്ളത് ഈ വ്യക്തിക്ക് ബോധം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ സോഡിയാക് സൈൻ കാണിക്കുന്നത് വെർഗോ, പൈസസ് വന്നിട്ടുണ്ട്, പിന്നെ ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട്, അതുപോലെ തന്നെ സ്കോർപിയോയും വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തി. പിന്നെ ഉള്ളത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ കണ്ടത്. അപ്പോ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അറിഞ്ഞ് നൽകാനിടയാകട്ടെ, അനുഗ്രഹിച്ച് നൽകാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.